ഹായ്, നമുക്ക് കുറച്ച് മെറ്റീരിയൽ പരിചയപ്പെടാമല്ലോ. ഗമ്മ, പിന്നെ വൈറ്റ് ബീഡ്, പിന്നെ 2 കളർ ക്രിസ്റ്റൽ ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓറഞ്ചും ഗ്രീനും. പിന്നെ എൻ്റെ ടേപ്പാണ്. ഒരു പീസ് വെച്ചിട്ടുണ്ട്, ഒരു പീസ് ഹെയർ ബാൻഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഫ്ലവർ ബീഡാണ്, അത് 2 സൈഡ് ഹോളുള്ള ടൈപ്പ്. ഇത് വയർ ഹെയർ ബാൻഡ്. നമുക്ക് വയർ ഹെയർ ബാൻഡിൽ ഗമ്മ തേച്ചതിന് ശേഷം നമ്മൾ വൈറ്റ് ബീഡും കുറച്ച് കോർത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് ഓറഞ്ച്, പിന്നെ വൈറ്റ്, പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഗ്രീന്, പിന്നെ വൈറ്റ്, അങ്ങനെ നമുക്ക് കോർത്തെടുക്കാം. കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഗമ്മ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, എല്ലാ ബീഡ്സും. അതിനുശേഷം ഫ്ലവർ ബീഡ് നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ആദ്യം വൈറ്റ് ബീഡ്, പിന്നെ ക്രിസ്റ്റൽ ബീഡ്, അങ്ങനെ അപ്പുറത്തെ സൈഡ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഇപ്പുറത്തും ചെയ്ത് വയ്ക്കാം. 4 ബീഡ്സും ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ വൈറ്റ് ബീഡ് തന്നെ കോർത്ത് ഫില്ല് ചെയ്യുക. ഫുള്ളായിട്ട് വൈറ്റ് ബീഡ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഗമ്മ യൂസ് ചെയ്തിട്ട് ഹെയർ ബാൻഡിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാതും ചെറുതായി നീക്കിയിട്ട് ഗമ്മ് യൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ചെറുതായി നീക്കി കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ടേപ്പ് പീസ് എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അത് കറക്റ്റായിട്ട് ടൈറ്റിൽ പിടിക്കുക. ബീഡ്സ് കറക്റ്റായിട്ട് ഹെയർ ബാൻഡ് ടൈറ്റിൽ പിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ടേപ്പ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഹെയർ ബാൻഡിന് തീരെ കാണില്ല, വയ്ക്കുമ്പോൾ വേദനയും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. കോർത്തെടുക്കേ വേണ്ടൂ, ജസ്റ്റ് ഒന്ന് ഗമ്മ് യൂസ് ചെയ്ത് കൊടുക്കുക, അത്രയേ വേണ്ടൂ. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. താങ്ക് യു.